യെശയ്യാ മുതൽ പഴയ നിയമത്തിലെ തുടർന്നുള്ള ഭാഗം അറിയപ്പെടുന്നത് ബൈബിളിലെ പ്രവചന ഭാഗമായിട്ടാണ്. അങ്ങനെ പറയുന്നതിനാൽ പ്രവചനം യെശയ്യാവ് മുതലാണ് ആരംഭിക്കുന്നത് എന്നർത്ഥമില്ല. കാരണം മോശെ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ പോലും നാം പ്രവചനം കാണുന്നുണ്ട്. നാം ഇനിയും പഠിക്കുവാൻ പോകുന്ന ഈ ഭാഗത്ത് ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതലായി കാണുന്നു എങ്കിൽ തന്നെ പ്രവാചകന്മാർ ഭാവിയെക്കുറിച്ച് പറയുന്നവർ മാത്രമായിരുന്നില്ല എന്നോർക്കണം. ദൈവത്തിന് പറയുവാനുള്ളത് ജനത്തോട് അറിയിക്കുവാൻ പുരോഹിതന്മാരോ രാജാക്കന്മാരോ യോഗ്യതയുള്ളവരല്ലാതിരുന്ന ഒരു അധോഗതി പിടിച്ച കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യരാണ് പ്രവാചകന്മാർ. ഈ പ്രവചന പുസ്തകങ്ങളിൽ ചരിത്രവും കവിതയും നിയമവും എല്ലാം നാം കാണുന്നുണ്ട്. എന്നാൽ ഇവയുടെ പ്രഥമമായ ദൂത് ഭാവിയിൽ സംഭവിക്കുവാനുള്ളതാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി വരെയുള്ള ഓരോ എഴുത്തുകാരും ദൈവത്തിന്റെ പ്രവാചകന്മാരാണ്. ഇന്ന് നാം വളരെ കൃത്രിമമായ ഒരു വിഭജനം ഉണ്ടാക്കി വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും ഇവരെ തരംതിരിക്കാറുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഇവരൊക്കെയും വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ തന്നെ പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ ആരെയെങ്കിലും ചെറിയ പ്രവാചകന്മാരായി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഈ പറഞ്ഞ കൃത്രിമമായ വിഭജനം നടത്തിയിരിക്കുന്നത് പുസ്തകത്തിന്റെ വലിപ്പത്തിന്റെ പേരിലാണ്, അല്ലാതെ അതിന്റെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നോർക്കുക. ചെറിയ പ്രവാചകൻ എന്ന് നാം പറയുന്ന ചിലർ അണുബോംബ് പോലെയാണ്. അവർ ചെറിയവരായിരിക്കാം, എന്നാൽ അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തികച്ചും ശക്തമായവയാണെന്നതിൽ തർക്കമില്ല. വിദൂര ഭാവിയിൽ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ പ്രിയപ്പെട്ടവർ സംസാരിച്ചത്, പിന്നെയോ ഉടൻ സംഭവിക്കുവാനിരിക്കുന്ന തദ്ദേശീയമായ സംഭവങ്ങളെക്കുറിച്ചും ഇവർ സംസാരിച്ചു. മോശയിക നിയമപ്രകാരം ദൈവത്തിന്റെ പ്രവാചകനെന്ന് യോഗ്യത ലഭിക്കുവാൻ അവർ ഇപ്രകാരം പ്രവചിക്കണമായിരുന്നു. പുരോഹിതനും രാജാവിനും പ്രവാചകനും ഉള്ള നിയമസംഹിത ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രവാചകനുള്ള നിയമസംഹിത ഞാനൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരത്തോടെ പ്രസ്താവിക്കുകയോ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ആ പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ പ്രാദേശിക സംഭവം അതുപോലെ തന്നെ നിറവേറിയില്ലെങ്കിൽ അവനെ കള്ളപ്രവാചകനായി മുദ്രയടിക്കുകയും അങ്ങനെ അവനോട് ഇടപെടുകയും ചെയ്യുമായിരുന്നു. ദൈവാത്മപ്രേരിതമായ തിരുവെഴുത്തിൽ കള്ളപ്രവാചകന്റെ ദൂതൊന്നും ഇല്ലെന്നുള്ള കാര്യം നമുക്കൊക്കെ ഉറപ്പുണ്ടാകും. പ്രവചന പുസ്തകങ്ങൾ പ്രാദേശികവും നിറവേറപ്പെട്ടതുമായ സംഭവങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. താങ്കൾ യെശയ്യാവിന്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവനെ ഒരു യഥാർത്ഥ പ്രവാചകനെന്ന് താങ്കൾ തിരിച്ചറിയുക? അതെ, അവന്റെ തദ്ദേശീയ പ്രവചനങ്ങളുടെ നിവർത്തി നോക്കി താങ്കൾ അവനെ തിരിച്ചറിയുമായിരുന്നു. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും പോലെ വിദൂര ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, പിന്നെയോ ഉടൻ സംഭവിപ്പാൻ പോകുന്ന തദ്ദേശ കാര്യങ്ങളെക്കുറിച്ചും അവൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാവ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ നാട്ടിൽ അങ്ങനെ പലതും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും അവനൊരു കള്ളപ്രവാചകൻ എന്ന് മുദ്രകുത്തി ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നേനെ. ഇതിനോടകം തന്നെ നിറവേറിക്കഴിഞ്ഞ പ്രാദേശിക പ്രവചനങ്ങളാൽ നിറഞ്ഞതാണ് പ്രവചന പുസ്തകങ്ങളെല്ലാം. തങ്ങൾ യഥാർത്ഥ പ്രവാചകരാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരും പ്രാദേശികമായതും ഉടൻ സംഭവിപ്പാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചു.
നിറവേറപ്പെട്ടതും നിറവേറിയിട്ടില്ലാത്തതുമായ പ്രവചനങ്ങളുടെ വ്യക്തമായ തരംതിരിവ് ഇവിടെ ആവശ്യമാണ്. ഏതൊരു പ്രവചനവും ആദ്യം നൽകപ്പെടുമ്പോൾ അത് നിറവേറിയിട്ടുണ്ടാവില്ല എന്നത് തീർച്ചയാണ്. അത് നൽകപ്പെട്ട സമയം മുതൽ നോക്കിയാൽ അവയിൽ അനേകവും ഇപ്പോൾ നിറവേറിയിട്ടുണ്ടാകും. ഈ പ്രവാചകന്മാർ അറിയിക്കുന്നത് ദൈവവചനമാകുന്നു എന്നതിന്റെ വലിയ തെളിവുകളിലൊന്ന് അവർ അറിയിച്ച 100 കണക്കിന് പ്രവചനങ്ങൾ നിറവേറി എന്നുള്ളതാണ്. അതെ, അവ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കഴിഞ്ഞു. ഭാവിയെ തിട്ടമായി ഊഹിച്ചെടുക്കുവാൻ മനുഷ്യന് കഴിയില്ല. കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും 24 മണിക്കൂർ മുൻകൂട്ടി കാലാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ പ്രയാസമാണ്. തന്റെ കയ്യിൽ എല്ലാവിധത്തിലുമുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉള്ളപ്പോൾ തന്നെയാണ് ഈ വിദഗ്ധർക്ക് ഈ ബുദ്ധിമുട്ടെന്നോർക്കണം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഞാനും നിങ്ങളും ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്ന കാലാവസ്ഥ നിരീക്ഷകന് പോലും ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ജീവിച്ചു പോകുവാൻ സാധിക്കയില്ലായിരുന്നു എന്നതാണ്. കുത്തഴിഞ്ഞത് കൂടുതൽ താറുമാറാകാനേ സാധ്യതയുള്ളൂ എന്ന സിദ്ധാന്തം നിരന്തരമായി ഭാവി മുൻകൂട്ടി പറയുന്നതിൽ നിന്നും മനുഷ്യനെ വിലക്കുന്നു. നിശ്ചയമില്ലാത്തതായി അവൻ പറയുന്ന ഓരോ വസ്തുക്കളും ഓരോ ഘടകങ്ങളും പ്രവചനം കൃത്യമാകുന്നതിനുള്ള സാധ്യത 50% വെച്ച് കുറയ്ക്കുന്നു. സത്യത്തെ പിന്തുടരുന്ന നിഷ്കളങ്ക മാനസനും ആത്മാർത്ഥതയുള്ള അന്വേഷകനും അക്ഷരാർത്ഥത്തിൽ നിറവേറിയ 100 കണക്കിന് പ്രവചനങ്ങൾ വാസ്തവമായ ആകർഷണമായിരിക്കും. തിരുവചനത്തിന്റെ സമ്പൂർണ്ണ വാഗ്രൂപ ദൈവനിശ്വാസ്യതയുടെ അപ്രമാദിത്വപരമായ തെളിവുകളിൽ ഒന്നത്രേ നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. നാളെ മഴ പെയ്യുവാൻ പോകുന്നു എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയാകാൻ പകുതി സാധ്യതയുണ്ട്. ഒന്നുകിൽ മഴ പെയ്യും, അല്ലെങ്കിൽ പെയ്യില്ല. ഇതുറപ്പാണ്. രണ്ടിലൊന്ന് സംഭവിച്ചേ മതിയാകൂ. എന്നാൽ ഞാൻ ആ പറഞ്ഞതിനോട് ഒരു ഘടകം കൂടി ചേർത്ത് നാളെ രാവിലെ 11 മണിക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാകാനുള്ള സാധ്യത വീണ്ടും 50% കൂടി കുറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ശരിയാകാനുള്ള സാധ്യത ഇപ്പോഴും 25% ശരിയല്ലേ? എന്നാൽ എന്റെ പ്രവചനം അവിടെയും നിർത്താതെ 11 മണിക്ക് തുടങ്ങുന്ന മഴ 3 മണിക്ക് പൂർണ്ണമായും നിലയ്ക്കും എന്നുകൂടി പറഞ്ഞെന്നാൽ ശരിയാകാനുള്ള സാധ്യത പിന്നെയും കുറയുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാകാനുള്ള സാധ്യത വെറും 12% മാത്രമേയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 300 പ്രവചനങ്ങൾ വരെ പറഞ്ഞ് തീർച്ചയില്ലാത്ത ഓരോ ഘടകങ്ങൾ അതിനോട് ചേർത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കറിയാം അതൊരിക്കലും അക്ഷരികമായി നിറവേറാൻ പോകുന്നില്ല എന്ന്. ഒരു മനുഷ്യനും ഇതുപോലെ ഊഹിക്കാനാവില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുവാനാവൂ. ഇത്രത്തോളം കാര്യങ്ങൾ കൃത്യമായി പറയുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. എന്നിട്ടും ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള 300-ലധികം പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറുക തന്നെ ചെയ്തു. ഇതെത്ര ആശ്ചര്യമില്ലേ? ഭൂമിയിലേക്കുള്ള ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ദൈവം ഇത്രയേറെ പ്രവചനങ്ങൾ നൽകിയതെന്തിന്? ഇതിന് വളരെ വ്യക്തവും യുക്തവുമായ ഒരു ഉത്തരമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് അതിപ്രധാനമായ ഒരു സംഭവമായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവനെ ഒരിക്കലും നഷ്ടമാകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് ഇസ്രായേലിന് ഒരിക്കലും ഉപാധി പറയുവാൻ ഇടയാകരുത്. അതുകൊണ്ട് അവനെക്കുറിച്ചും അവന്റെ വരവിനെക്കുറിച്ചും ദൈവം വളരെ വ്യക്തമായി അനേകം പ്രാവശ്യം മുൻകൂട്ടി പ്രവാചകന്മാരിലൂടെ പറഞ്ഞു. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. എന്നെ താങ്കളുടെ സ്ഥലത്തേക്ക് ക്ഷണിച്ചു എന്നിരിക്കട്ടെ പ്രസംഗത്തിനായി. നാം തമ്മിൽ മുമ്പൊരിക്കലും നേരിൽ കണ്ടിട്ടില്ല. കത്തിലൂടെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ.
ഇടയ്ക്ക് ചില സമയത്ത് ഫോൺ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ താങ്കൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അല്ല, ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ താങ്കൾ എത്തുമ്പോൾ എങ്ങനെയാണ് തന്നെ തിരിച്ചറിയുന്നത്? ഉടനെ ഞാൻ മറുപടി നൽകി, ഞാൻ അടുത്ത മാസം 7-ാം തീയതി രാവിലെ 6:30 മണിക്ക് അവിടെ എത്തുന്ന ഇന്ന ട്രെയിനിൽ വരുന്നതാണ്. ഒരു കറുത്ത പാന്റും ഇളം നീല ഷർട്ടുമായിരിക്കും ഞാൻ ധരിച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരിക്കും. മാത്രമല്ല, ഒരു ചുവന്ന സഞ്ചി തോളിലുണ്ടായിരിക്കും. ഇതും മാത്രമല്ല, എന്റെ കയ്യിൽ കൂട്ടിലിട്ട ഒരു തത്തയും ഉണ്ടാകും എന്ന്. ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു കാണും, പ്രസംഗത്തിന്റെ കൂടെ ആ പണിയുമുണ്ടോ എന്ന്. പലരും ചെയ്യുന്ന പണി തത്തയെ കൊണ്ടുപോകുന്നില്ല എന്നല്ല ഉള്ളൂ. ഏതായാലും ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എത്ര തിരക്കുണ്ടെങ്കിൽ കൂടിയും ഞാൻ ആ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ എന്നെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. അത് തീർച്ചയാണല്ലേ? 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പഴയ നിയമം കിട്ടിയിട്ടുള്ളവരും അതിൽ പറഞ്ഞിട്ടുള്ളതെന്തെന്ന് അറിയുകയും ചെയ്തിട്ടുള്ള ആ ഇസ്രായേൽ മക്കൾ ഒന്നുകിൽ ബേത്ലഹേമിലെ ആ വഴിയമ്പലത്തിൽ കാത്തിരിക്കുകയോ അവന്റെ ജനനത്തിന്റെ വാർത്തയ്ക്കു വേണ്ടി ചെവിയോർത്തിരിക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. കാരണം അവർക്കാവശ്യമായി എല്ലാ വിവരങ്ങളും നൽകപ്പെട്ടിരുന്നു, വ്യക്തമായി തന്നെ. അന്ന് ആ വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിക്കുന്നത് കണ്ടപ്പോഴെങ്കിലും ഇസ്രായേല്യർക്ക് അവനെ കാണുവാൻ അല്പം താൽപര്യം ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും ഒന്നുപോയി കണ്ടുകളയാമെന്ന് വെച്ച് ഈ വിദ്വാൻമാരുടെ ഒട്ടകപ്പുറത്ത് അവരും കൂടി കയറി അവിടുത്തോളം ചെല്ലുവാൻ അവർക്ക് തോന്നാഞ്ഞതെന്ത്? താങ്കൾക്കും ഇതിൽ ആശ്ചര്യം തോന്നുന്നില്ലേ? കർത്താവിന്റെ ആഗമനം എത്രയോ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. എത്ര വ്യക്തമായി ദൈവം ഇതേക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു ജാതിയായി ഈ ഭൂമുഖത്ത് ആയിരുന്നതിന്റെ കാരണം പോലും അതായിരുന്നു. പ്രവാചകന്മാർ അങ്ങേ അറ്റം ദേശസ്നേഹികളായിരുന്നു എന്നോർക്കണം. ഉന്നത സ്ഥാനങ്ങളിലെ പാപവും താണതലങ്ങളിലെ പാപവും ഒരുപോലെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവർ ശാസിച്ചു. രാഷ്ട്രത്തിന് അവർ മുന്നറിയിപ്പ് നൽകി. അഹങ്കാരികളായ ജനങ്ങളോട് തങ്ങളെ തന്നെ താഴ്ത്തുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും അവർ ആഹ്വാനം ചെയ്തു. അവരുടെ ദൂതിൽ അഗ്നിയും കണ്ണുനീരും ഇടകലർന്നിരുന്നു. അവരുടെ ദൂത് വിനാശത്തിന്റെയും മ്ലാനതയുടേതും മാത്രമായിരുന്നില്ല. കാരണം അവർ യഹോവയുടെ ദിവസവും അതേ തുടർന്നുള്ള മഹത്വവും കാണുകയുണ്ടായി. അവരൊക്കെയും ഇരുട്ടിലൂടെ പുതിയൊരു ദിവസത്തിന്റെ പ്രഭാതത്തെ നോക്കിക്കൊണ്ടിരുന്നു. പാപത്തിന്റെ അന്ധകാര രാത്രിയിൽ വരുന്നതായ രക്ഷകന്റെ വെളിച്ചം അവർ കണ്ടു. സഹസ്രാബ്ദ രാജ്യം അതിന്റെ പൂർണ്ണ മഹത്വത്തിൽ വരുന്നതിനെ അവർ കണ്ടു. പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ ആസ്വാദനത്തിനു മുൻപ് പ്രവാചകന്മാരുടെ ദൂത് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ ശരിയായ വീക്ഷണം പ്രാപിക്കേണ്ടത് പഴയ നിയമ പ്രവാചകന്മാരിലൂടെ വേണം. പ്രവാചകന്മാർ അതിമാനുഷ്യരല്ലായിരുന്നു എന്നുകൂടി പറയട്ടെ. അവർ നമ്മെപ്പോലെ വികാരമുള്ളവരായിരുന്നു. എന്നാൽ അവർ ദൈവത്തിനായി സംസാരിച്ചു. അവരുടെ ദൂത് ഇന്നും തെറ്റിപ്പോകാത്തതും ദൈവനിശ്വാസതയുമായ ദൈവവചനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് പുതിയ നിയമ എഴുത്തുകാരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പത്രോസ് എഴുതിയപ്പോൾ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ഇനിയും 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും നാം ഇതേ അർത്ഥത്തിൽ കാണണം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്.
തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പ്രവാചകന്മാരിൽ മിക്കവരും അവ്യക്തവും അജ്ഞാതവുമായ ഒരു ഭ്രമണപഥത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവർ പ്രഘോഷിച്ച ദൂതുകളിൽ ഒരിക്കലും അവർ തങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുവാൻ ശ്രമിച്ചില്ല. തന്നെത്താൻ ഉയർത്തുവാനുള്ള ഒരു മാർഗമായിരുന്നില്ല അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള 2 പ്രവാചകന്മാർ യിരെമ്യാവും ഹോശേയായും ആയിരുന്നു. ആ പുസ്തകങ്ങളുടെ പഠനത്തിൽ അതേക്കുറിച്ച് നാം കൂടുതൽ കാണുന്നതാണ്. തന്നെക്കുറിച്ച് തന്നെ വളരെ കുറച്ച് മാത്രമേ യെശയ്യാ പ്രവാചകൻ പറയുന്നുള്ളൂ. അവന്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും വളരെ കുറച്ച് സൂചനകൾ മാത്രം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യെശയ്യാവിന്റെ ജീവിതം ഏതൊരു സമയത്തായിരുന്നു എന്നതിന്റെ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു യെശയ്യാവിന്റെ പ്രവാചക ശുശ്രൂഷ. ഇവരെല്ലാവരും യഹൂദയിലെ രാജാക്കന്മാരായിരുന്നു. യഹൂദ എന്ന് പറയുമ്പോൾ തെക്കേ രാജ്യം, ആ ചെറിയ 2 ഗോത്രങ്ങൾ മാത്രമുള്ള ചെറിയ രാജ്യം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ സ്വന്തം വിളിയും നിയോഗവും നാം കാണുന്നുണ്ട്. അത്രമാത്രം. യെശയ്യാവിന്റെ പ്രവചനകാലം ആഭ്യന്തരമായി യഹൂദയുടെ അന്ധകാരപൂർണമായ ദിനങ്ങളല്ലായിരുന്നു എന്ന് പറയട്ടെ. ഉസിയ, ഹിസ്കിയ എന്നീ രാജാക്കന്മാർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വെച്ച പ്രബുദ്ധരായ ഭരണകർത്താക്കളായിരുന്നു. എങ്കിലും പ്രബലരായ അശൂര്യ രാജ്യം ശല്യം ചെയ്തത് കാരണം വടക്കേ രാജ്യത്ത് ഇസ്രായേലിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. വടക്കേ രാജ്യം ഇതിനോടകം പ്രവാസത്തിൽ ആയിക്കഴിഞ്ഞിരുന്നു. യെശയ്യാപ്രവചനം 36 മുതൽ 39 വരെ അധ്യായങ്ങളിൽ അശൂര്യ സൈന്യം യെരുശലേമിനെ വളഞ്ഞപ്പോഴത്തെ പ്രതിസന്ധിയിൽ യെശയ്യാവിന്റെ ശുശ്രൂഷയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തെ വ്യക്തിപരമായ ചുരുക്കം ചില കാര്യങ്ങൾ ഒഴികെ യെശയ്യാവ് വരുവാനുള്ള ഒരുവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത്. അതെ, ലോകത്തിന്റെ വെളിച്ചമായവനെ താൻ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം താൻ സ്വയം മറഞ്ഞു നിൽക്കുന്നു. ഏതൊരു പ്രസംഗകനും അനുകരിക്കുവാൻ കൊള്ളാകുന്ന നല്ലൊരു മാതൃക. യെശയ്യാവ് ദാവീദിന്റെ രാജകുടുംബത്തിൽപ്പെട്ടവനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇത് തീർച്ചയായി തെളിയിക്കുവാൻ കഴിയാത്ത ഒരു ഊഹമാണ്. അതുപോലെ എബ്രായർ 11-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് പറയുന്നത് യെശയ്യാവിനെക്കുറിച്ചാണെന്നുള്ള ചിന്താഗതിയുമുണ്ട്. ഇത് ശരിയാണോ എന്നെനിക്കറിയില്ല. ഇതും ഊഹമാണ്. എന്നാൽ നവീകരണവാദികളായ വിമർശകർ, ഉൽപ്പതിഷ്ണുക്കൾ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ യെശയ്യാവിനെ പല കഷ്ണങ്ങളായി അറുത്തു മുറിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒന്നിലധികം യെശയ്യാമാരുണ്ട് എന്ന ഒരു സിദ്ധാന്തം തന്നെ അവർ സ്ഥാപിച്ചു. ഈ സിദ്ധാന്തപ്രകാരം 2-ാമത്തെ യെശയ്യാവ്, 3-ാമത്തെ യെശയ്യാവ് എന്നിങ്ങനെ പല എഴുത്തുകാരാലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് എന്ന് വാദിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തെ ഈ വിധത്തിൽ പിച്ചിപ്പറിക്കാൻ അനുവദിക്കേണ്ടതില്ല. കാരണം ഈ പുസ്തകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പുതിയ നിയമത്തിൽ ചേർത്തിട്ടുള്ള ഉദ്ധരണികൾ ഒരേ ഒരു യെശയ്യാവിന്റെ കർത്തൃത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. വിമർശകർ യെശയ്യാവിനെ പല കഷ്ണങ്ങളാക്കുന്നു. എന്നാൽ ചരിത്രം അവതരിപ്പിക്കുന്നത് ഒരു ഒറ്റ യെശയ്യാവിനെ മാത്രമാകുന്നു. 2-ാമനുമില്ല, 3-ാമനുമില്ല. അടുത്ത കാലത്ത് കണ്ടെത്തിയ ചാവുകടൽ ചുരുളും ഒരു ഒറ്റ യെശയ്യാവിനെയാണ് അംഗീകരിക്കുന്നത്. പേരെടുക്കണമെന്നോ മനസ്സിലാക്കാൻ പ്രയാസമെന്നോ ഒക്കെ തോന്നുമ്പോൾ കുറുക്കുവഴി കണ്ടെത്തുന്ന മനുഷ്യന്റെ മണ്ടത്തരത്തെക്കുറിച്ച് എന്തു പറയാൻ? ദൈവം തന്നെ ഈ വിമർശകരെ നേരിട്ടുകൊള്ളും. മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്കിതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും. ഇനിയും ഈ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം. ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളുടെ ക്രമീകരണവുമായി യെശയ്യാ പ്രവചനത്തിന് വളരെയേറെ സാമ്യമുണ്ട്. ബൈബിളിൽ മൊത്തം 66 പുസ്തകങ്ങൾ, യെശയ്യാ പ്രവചനത്തിനും 66 അധ്യായങ്ങൾ. ബൈബിളിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമവും
യെശയ്യാവിലാകട്ടെ ആദ്യത്തെ 39 അധ്യായങ്ങൾ ന്യായപ്രമാണത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഭരണ ക്രമീകരണത്തെക്കുറിച്ചും പറയുന്നു. ബൈബിളിൽ 27 പുസ്തകങ്ങൾ പുതിയ നിയമം. യെശയ്യാവിൽ ഒടുവിലത്തെ 27 അധ്യായങ്ങൾ ദൈവത്തിന്റെ കൃപയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറയുന്നു. ഇത് ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? പുതിയ നിയമത്തിൽ യെശയ്യാവിൽ നിന്നുള്ള 66 ഉദ്ധരണികളുണ്ട്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 20ലും യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ 12 എണ്ണത്തിൽ നേരിട്ടുള്ള ഉദ്ധരണികളാണ്. ഒരു പട്ടുവസ്ത്രത്തിൽ വർണ്ണനൂൽ കൊണ്ടുള്ള മനോഹരമായ ചിത്രപ്പണി പോലെയാണ് പുതിയ നിയമത്തിൽ യെശയ്യാവ് തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. യെശയ്യാവ് തിരിച്ചറിയത്തക്കവണ്ണം പുതിയ നിയമത്തിൽ വ്യക്തമാണ്. പുതിയ നിയമമെന്ന പാറയിൽ പരിശുദ്ധാത്മാവാകുന്ന ഉളിയാൽ യെശയ്യാവ് കൊത്തി പണിതുവച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ കൂടുതൽ ശക്തമാക്കുന്നതിന്, വ്യക്തമാകുന്നതിനും യെശയ്യാവ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഭാഷാശൈലി വ്യത്യാസമുണ്ടെങ്കിൽ കൂടിയും 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളുടെ ചരിത്രപരമായ ഇടവേള പ്രവചനത്തിന്റെ ഉയർന്ന തലത്തിൽ നിന്നും ചരിത്രരേഖയുടെ താഴ്വാരത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. കവിതാത്മക ശൈലിക്ക് പകരം ഗദ്യ രീതിയാണ് ഇതിനുള്ളത്. ഒടുവിലത്തേതും മൂന്നാമത്തേതുമായ പ്രധാന ഭാഗം, അതായത് 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ കവിതാത്മക ശൈലിയിലാണെങ്കിൽ തന്നെ ആദ്യത്തെ പ്രധാന ഭാഗത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ആദ്യം നമുക്ക് ന്യായവിധിയും ദൈവത്തിന്റെ നീതിയുള്ള ഭരണവുമുണ്ട്. ഒടുവിൽ നമുക്ക് ദൈവത്തിന്റെ കൃപയും കഷ്ടാനുഭവങ്ങളും അതേ തുടർന്നുള്ള മഹത്വവുമുണ്ട്. ഇവിടെ മുഴുവനും കൃപയും മഹത്വവുമാണ് നാം കാണുന്നത്. 40-ാം അധ്യായത്തിന്റെ ആശ്വസിപ്പിക്ക എന്ന തുടക്കം തന്നെ ഈ ഭാഗത്തിന്റെ വൈകാരിക ഭാവത്തെയും ഗതിവേഗത്തെയും കാണിക്കുന്നു. നവീകരണവാദികളായ വിമർശകർ രണ്ടാമതൊരു യെശയ്യാ എന്ന സിദ്ധാന്തം ഇങ്ങനെ പിരിച്ചെടുക്കുവാൻ കാരണമായത് ഈ ഭാഗമാണ്. വിഷയത്തിന് മാറ്റം സംഭവിച്ചതുകൊണ്ട് എഴുത്തുകാരൻ മാറിയെന്ന് ശഠിക്കേണ്ട കാര്യമുണ്ടോ? രസകരമായ ഒരു കാര്യം, 1900 വർഷങ്ങളോളം രണ്ടാമത്തെ യെശയ്യാവിനെക്കുറിച്ച് ഒരു വാക്കുപോലും കേട്ടിട്ടില്ല എന്നതാണ്. യെശയ്യാവിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആണ് യോഹന്നാൻ സ്നാപകൻ ഈ ഭാഗം ഉദ്ധരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നാം അത് കാണുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം യെശയ്യാവ് എഴുതിയതായിട്ടാണ് നമ്മുടെ കർത്താവും പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 4:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എത്യോപ്യനായ ഷണ്ണനെ കർത്താവിനായി നേടുവാൻ ഫിലിപ്പോസ് ഈ ഭാഗത്തു നിന്നും ഒരു അധ്യായം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം. ഇങ്ങനെ യെശയ്യാവിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ ഉറപ്പാക്കുന്ന അനേകം വേദഭാഗങ്ങൾ പിന്നെയുമുണ്ട്. പ്രാദേശികമായ അനേകം സംഭവങ്ങളെക്കുറിച്ചും യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. അശൂര്യ സൈന്യം യെരുശലേമിനെ വളഞ്ഞപ്പോൾ വളരെ ധീരതയോടെ യെശയ്യാവ് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. 37-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ, ആകയാൽ യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയുമില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ പാടകോരുകയുമില്ല. യെശയ്യാ 38-ൽ ഹിസ്കിയാവിന്റെ രോഗത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. തന്റെ ജീവിതകാലത്ത് നിറവേറാതിരുന്ന ചില പ്രവചനങ്ങളും യെശയ്യാവ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവ നിറവേറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന്, ബാബിലോൺ പട്ടണത്തെക്കുറിച്ച് താൻ ഇപ്രകാരം പ്രവചിച്ചു. യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ. ബാബിലോനെ സംബന്ധിക്കുന്ന കൂടുതൽ പ്രവചന നിവർത്തികൾ യെശയ്യാവ് 47-ൽ നാം കാണുന്നുണ്ട്. പുതിയ നിയമം അതിന്റെ കേന്ദ്ര വിഷയമായി അവതരിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഇതേ രീതിയിൽ തന്നെ യെശയ്യാവും തന്റെ പ്രതിപാദ്യ വിഷയമാക്കിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. യെശയ്യാവിനെ 5-ാമത്തെ സുവിശേഷകനായും യെശയ്യാ പ്രവചനത്തെ 5-ാമത്തെ സുവിശേഷമായും വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്തുവിന്റെ കന്യകാജനനം, അവന്റെ സ്വഭാവം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്,
തന്റെ രണ്ടാമത്തെ വരവ്, ഇങ്ങനെ എല്ലാം തന്നെ യെശയ്യാവ് തന്റെ പ്രവചനത്തിൽ വ്യക്തമായും ഉറപ്പായും അവതരിപ്പിച്ചിട്ടുണ്ട്. ഊഹാപോഹമായിട്ടല്ല, തോന്നലായിട്ടല്ല, കൃത്യമായി. അതിമനോഹരമായ ഒരു പുസ്തകമാണ് നാം ഇന്ന് പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ച് ഈ പുസ്തകം പഠിക്കുവാൻ പ്രത്യേകം നിങ്ങൾ സമയമെടുക്കുമല്ലോ. കഴിയുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്നതിനു മുൻപ് ഈ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റയിരിപ്പിൽ ഒന്ന് വായിക്കുവാൻ ശ്രമിക്കുക. 66 അധ്യായങ്ങൾ. അത് നിങ്ങളുടെ പഠനത്തിന് വളരെ സഹായിക്കും. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.